കോൺഗ്രസിന് വേറെ ഒന്നും പറയാനില്ലല്ലോ. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ അവരേറ്റെടുക്കേണ്ടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വികസന നിലപാടുകൾക്കെതിരായിട്ട് ആദ്യം മുതൽ രാഷ്ട്രീയമായി തീരുമാനിച്ചവരവര്. ലോകത്ത് ഒറ്റ പ്രതിപക്ഷമുള്ളൂ അങ്ങനെ, അത് കേരളത്തിലെ പ്രതിപക്ഷം. ഇത് ഒരു വികസന പ്രവർത്തനത്തോടും ഞങ്ങൾ സഹകരിക്കില്ല, അതിനൊക്കെ ഞങ്ങൾ എതിരാണ് എന്ന് വ്യാപകമായിട്ട് സംഘടനാപരമായി തീരുമാനിച്ചു പറഞ്ഞവരവര്. അതായിരിക്കും അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, രാജ്യം ചർച്ച ചെയ്യുന്നില്ലേ? ഞങ്ങൾ ചർച്ച ചെയ്യുന്നതല്ലേ, മുഴുവനതല്ലേ? അതെ, അതിന്റെ സംശയമുള്ളത്. അവർക്ക് ഒന്നും പറയാനില്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നല്ല മതിപ്പാണ് ജനങ്ങൾക്ക്. അത് വികസനം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് പറയാൻ അവർക്ക് ധൈര്യമില്ല. കാരണം എന്താ, അവർ വികസനത്തിനെതിരായിരുന്നു. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള മുഴുവൻ വികസന പ്രക്രിയക്കും എതിരായിട്ട്, വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് കലാപം നടത്താൻ തീരുമാനിച്ചവർ. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല, നമുക്ക് ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ആ രീതിയിൽ കേൾക്ക് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. വികസന പ്രവർത്തനത്തിന് വേണ്ടി കഴിഞ്ഞ 10 കൊല്ലക്കാലം നമ്മൾ നടത്തിയ ഏറ്റവും ശക്തമത്തായ മുന്നേറ്റം, ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ അതിദാരിദ്ര്യം പോലും അവസാനിപ്പിക്കാനുള്ള നിലപാട്, ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള നിലപാട്. കേരളത്തിലെ ജനങ്ങൾ അമർത്യാസൻ പറഞ്ഞതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു നാട്, അതാണ് കേരളം. അവിടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഏത് സംസ്ഥാനത്തെക്കാളും മെച്ചപ്പെട്ടതാണ്. അതാണ് വികസനത്തിന്റെ അടിസ്ഥാനം. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോയാൽ ജനങ്ങൾക്ക് ഇതെല്ലാം കാണും, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് കാര്യം.